നമസ്കാരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട PV അൻവർ MLA ഉടൻ ജയിൽ മോചിതനാകും. MLAക്ക് നേരത്തെ നിലമ്പൂർ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. റിലീസിംഗ് ഓർഡർ മെയിലിൽ ജയിലിലെത്തിയതായി ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിധി സ്വാഗതാർഹമെന്നും ഇന്ന് തന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുമെന്നും അൻവറിന്റെ സഹോദരൻ മുഹമ്മദ് റാഫി പ്രതികരിച്ചിരുന്നു. അറസ്റ്റിലായി 15 മണിക്കൂറിന് ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡി ആവശ്യം കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഉപാധികളോടെയാണ് ജാമ്യം. 50,000 രൂപ ഓരോ ആൾക്കും ജാമ്യം കെട്ടിവെക്കണം. എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപയും കെട്ടിവെക്കണം എന്നിങ്ങനെയാണ് ഉപാധികൾ. അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിയാണ് ഇന്നലെ രാത്രി നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ CI സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് PV അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. PV അൻവർ ഉൾപ്പെടെ 11ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അതേസമയം DFO ഓഫീസ് ആക്രമിച്ച കേസിൽ വീണ്ടും അറസ്റ്റിന് ശ്രമമുണ്ടായി. PV അൻവർ MLAക്ക് ജാമ്യം ലഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് മറ്റൊരു DMK നേതാവായ EA സുഗുവിനെ കസ്റ്റഡിയിലെടുത്തത്. CPM മുൻ ലോക്കൽ സെക്രട്ടറിയായ EA സുഗു അൻവറിന്റെ അടുത്ത അനുയായിയാണ്. വഴിക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് സുഗു. വഴിക്കടവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് സുഗുവിനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം സമരയാത്ര നടക്കുന്ന സമയത്തും അൻവറിനൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ആളാണ് EA സുഗു. PV അൻവർ അടക്കം 11 പേരാണ് കേസിലെ പ്രതികൾ. അതിൽ MLA കൂടാതെ മറ്റ് 4 പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റ് ചെയ്യാത്ത 6 പേരിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായ സുഗു. ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് അൻവറിന്റെ നേതൃത്വത്തിലെത്തിയ DMK പ്രവർത്തകർ DFO ഓഫീസ് അടിച്ചു തകർത്തത്. പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചതിന്റെ പേരിൽ MLA 1ാം പ്രതിയാക്കി കേസെടുത്തിരുന്നു. രാത്രി 11:30 നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അൻവറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തവനൂർ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച അൻവറിന് നിലമ്പൂർ കോടതി ജാമ്യവും നൽകി. അതേസമയം അൻവറിന്റെ ജയിൽവാസം രാഷ്ട്രീയമായി ഗുണം ചെയ്തെന്ന വിലയിരുത്തലാണ് അൻവർ അനുകൂലികൾ. അൻവറിനെ അറസ്റ്റ് ചെയ്തതിനെ എതിർത്ത് UDF നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതോടെ UDF പ്രവേശന ചർച്ച സജീവമാക്കാനാണ് നീക്കം. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് അൻവറിനെതിരെ കേസെടുത്തത്. അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. DMK പ്രവർത്തകർ പ്രതികളായ കേസിൽ പോലീസ് റിപ്പോർട്ട് വൈകിക്കാൻ നീക്കം നടക്കുന്നുവെന്നും ജയിലിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്നും PV അൻവറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. അതേസമയം കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും ആക്രമണം നടത്തിയത് മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും എത്ര നേരവും ഹാജരാകുമെന്നും ജനുവരി 17 നിയമസഭ തുടങ്ങിയാണെന്നും അതിൽ പങ്കെടുക്കുന്നത് തടയാനാണ് നീക്കമെന്നും PV അൻവർ വാദിച്ചു. ചേലക്കര കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായതാണ്. ആനയുടെ ആക്രമണത്തിൽ ആൾ മരിച്ചത് ആസൂത്രിതമാണോ എന്നും അൻവർ ചോദിച്ചു. ജനപ്രതിനിധിക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? സമരത്തിൽ നിലമ്പൂരുകാർ മാത്രമേ പങ്കെടുക്കാവൂ എന്നുണ്ടോ? തനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അൻവർ വാദിച്ചിരുന്നു.